കൊല്ലം ആര്യങ്കാവ് കടമാൻപാറയിൽ പ്ലാസ്റ്റിക് മാലിന്യം കാലിൽ കുടുങ്ങി പരിക്കേറ്റ മ്ലാവിന് രക്ഷകരായി വനപാലകർ. ആളുകൾ ഭക്ഷണാവശിഷ്ടത്തിനൊപ്പം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കാണ് മ്ലാവിന്റെ കാലിൽ കുടുങ്ങിയത്. കാലിലെ മുറിവിന് ചികിത്സ നൽകിയ ശേഷം മ്ലാവിനെ കാട്ടിലേക്ക് വിട്ടു. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. രാജ്കുമാർ, ഇത് ഒരു പതിവ് പ്രവണതയാണ് ഈ വിനോദസഞ്ചാരികളുടെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് മാലിന്യം വഴിയിൽ ഉപേക്ഷിക്കുന്നതും. ഈ പരിസ്ഥിതി പ്രവർത്തകരടക്കം നിരന്തരം നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഇങ്ങനെ ചെയ്യരുത്, വന്യജീവികൾക്കത് ആപത്തുണ്ടാക്കുമെന്നടക്കം. എന്താണ് ഇവിടുത്തെ സാഹചര്യം? ഇത് ഈ വനമേഖലയിൽ ഇപ്പൊ ഈ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ വനമേഖലയിൽ ഉൾപ്പെടെ വരുന്ന വിനോദസഞ്ചാരികൾ അവർ പ്ലാസ്റ്റിക് കവറുകളും മറ്റും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ പോലും വനമേഖലയിൽ കൊണ്ടുപോകരുതെന്നാണ് വനം വകുപ്പിന്റെ കർശന നിർദ്ദേശം. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് കൊണ്ടുപോകും, അത് അവിടെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ജലാശയങ്ങളിലൂടെ അത് ഒഴുകി വരും. ചില ഈ മാവുകളും അതുപോലെ തന്നെ കാട്ടുപോത്തുകളും ഈ പ്ലാസ്റ്റിക് ഭക്ഷിക്കാറുമുണ്ട്. പലതും ചത്തനരിയുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് വയറിനുള്ളിൽ നിന്ന് ഈ കിലോ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയ സംഭവം ധാരാളം ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഈ മാവ് കാലിലാണ് ഇതിന്റെ പ്ലാസ്റ്റിക് കുടുങ്ങിയത്. അതിനെ അവർ ഈ പുഴയുടെ കാട്ടാറിന് നടുക്ക് നിൽക്കുമായിരുന്നു. അവിടുന്ന് അതിനെ കഴുത്തിൽ കുരുക്കി കരയിലേക്ക് വലിച്ചു കയറ്റിയതിനു ശേഷമാണ് അതിന് ശുശ്രൂഷ നൽകി തിരികെ വനത്തിലേക്ക് അയച്ചത്. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.